ദൈവാരാധനയ്ക്കായിട്ട് ഒരുമിച്ച് ചേർന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് വളരെ ദീർഘമായ ഒരു വേദഭാഗത്തെ അധികരിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായത്തിലെ സ്തേഫാനോസിൻ്റെ പ്രസംഗമാണ്. അത് വളരെ ദീർഘമായ ഒരു വേദഭാഗമായതിനാൽ വായിക്കണ്ട എന്ന ഒരു ചിന്ത എനിക്കുണ്ടായി. എന്നാൽ സ്തേഫാനോസിന്റെ പ്രസംഗം കേൾക്കുന്നത് എൻ്റെ പ്രസംഗത്തെ കേൾക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ള കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് ആ വേദഭാഗം ഒന്ന് വായിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇത് ഉള്ളത് തന്നെയോ എന്ന മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുൻപേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്നു പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവന് അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവന് സന്തതി ഇല്ലാതിരിക്കെ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ അവകാശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അവന്റെ സന്തതി അന്യദേശത്ത് ചെന്നു പാർക്കും. ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. അതിനുശേഷം അവർ പുറപ്പെട്ടു വന്ന ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ടു അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന് മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിനും തന്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രയീം ദേശത്തിലും കനാനിലുമെല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറെ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രയീമിൽ ധാന്യമുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം യോസേഫ് തന്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു. യോസേഫിന്റെ വംശം ഫറവോന് വെളിവായി വന്നു. യോസേഫ് ആളയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെയും വരുത്തി. അവർ ആകെ 75 പേര് ആയിരുന്നു. യാക്കോബ് മിസ്രയീമിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ശേഖേമിൽ കൊണ്ടുവന്ന് ശേഖേമിൽ എമ്മോറിന്റെ മക്കളോട് അബ്രഹാം വിലയ്ക്ക് വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകി. ഒടുവിൽ യോസേഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വാണു. നമ്മളുടെ വംശത്തോട് അവൻ ഉപായം പ്രയോഗിച്ച് നമ്മളുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്ത് ഇടിപ്പിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രയേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണനിന്നു. മിസ്രയീമിനെ അടിച്ചു കൊന്നു. പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു.
എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുക്കൽ വന്നു, പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലേ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആ ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ച് നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവിനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. മിസ്രയീമിലെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു. അവർ ഞരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. നിന്നെ അധികാരി ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രയേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു. ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട്, ഞങ്ങൾക്ക് മുൻപായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. ദൈവവും അവരെ പിന്തിരിഞ്ഞു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇസ്രയേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാനുണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിന്റെ കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്ത് നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോന് അപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മളുടെ പിതാക്കന്മാരുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവുമായി കൊണ്ടുവന്ന് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു. അവൻ ദൈവത്തിന് മുൻപാകെ കൃപ ലഭിച്ചു. യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവന് ഒരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രമസ്ഥലവും ഏത്? ഇതൊക്കെയും എന്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ എല്ലായ്പ്പോഴും നിങ്ങളും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാർ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. സ്തേഫാനോസിന്റെ പ്രസംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് 2 ചോദ്യങ്ങൾ പ്രാരംഭമായിട്ട് നമ്മൾ ചോദിക്കണം. അതിലെ ഒന്നാമത്തെ ചോദ്യം,
ഈ പ്രസംഗത്തില് സ്തേഫാനോസ് എന്താണ് പറയുന്നത് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചോദ്യം. യഥാർത്ഥത്തില് ഈ പ്രസംഗം ആരംഭിക്കുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന്. അപ്പൊ സ്തേഫാനോസിന് എതിരായിട്ട് രണ്ട് ആരോപണങ്ങളാണ് യഹൂദന്മാര് പറഞ്ഞത്. അതിലെ ഒന്നാമത്തെ ആരോപണം മോശയ്ക്കെതിരായിട്ട് സ്തേഫാനോസ് സംസാരിക്കുന്നു. രണ്ടാമത്തെ ആരോപണം ദൈവ ആലയത്തിന് വിരോധമായിട്ട് സ്തേഫാനോസ് സംസാരിക്കുന്നു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രസംഗത്തില് സ്തേഫാനോസ് നൽകുന്ന വിശദീകരണം ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി. എങ്ങനെയാണ് താന് ന്യായപ്രമാണത്തെ കാണുന്നത്, എങ്ങനെയാണ് താന് ദേവാലയത്തെ കാണുന്നത് എന്ന ഒരു വിശദീകരണം, മറുപടിയാണ് സ്തേഫാനോസ് നൽകുന്നത് എന്ന് നമുക്ക് ന്യായമായിട്ട് വിചാരിക്കാം. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെയോ നമ്മൾ വിചാരിക്കുന്നത് പോലെയോ ഉള്ള നിലയിലല്ല ഈ മറുപടി സ്തേഫാനോസ് നൽകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് മറുപടി ഏത് നിലയിലാണ് അദ്ദേഹം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ അതാണ് അതിന്റെ ഒന്നാമത്തെ ചോദ്യം. അതാണ്, എന്താണ് സ്തേഫാനോസ് ഈ പ്രസംഗത്തില് പറയുന്നത്. രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ടാണ് ലൂക്കോസ് ഈ പ്രസംഗം ഇവിടെ അപ്പസ്തല പ്രവൃത്തികളിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണ്? അവര് താൻ ഈ പ്രസംഗം ഉൾപ്പെടുത്തിയപ്പോൾ എന്ത് ഉദ്ദേശ്യമാണ് അതിന് ഉള്ളത് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. നമ്മൾ അപ്പസ്തല പ്രവൃത്തികൾ വായിച്ചു വരുമ്പോൾ, ഞാൻ യഥാർത്ഥത്തിൽ അപ്പസ്തല പ്രവൃത്തികൾ പഠിക്കാൻ ഒരു കാഴ്ച എനിക്ക് വളരെ അതിശയകരമായിട്ട് തോന്നി. നേരത്തെ ഞാൻ അപ്പസ്തല പ്രവൃത്തികൾ വായിച്ചിട്ടുള്ള അവസരത്തിൽ രണ്ടാമത്തെ അധ്യായത്തിലാണ് ദൈവത്തിന്റെ സഭയെ ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. പിന്നെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 42-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവർ അപ്പസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു എന്ന് പറയുന്ന പ്രസ്താവന. അതുകൊണ്ട് പെന്തക്കോസ് നാളിൽ ആരംഭിച്ചതായിരിക്കുന്ന സഭ നമ്മെ പോലെയുള്ള ഒരു ലോക്കൽ ചർച്ചാണ് എന്ന നിലയിലാണ് ഞാൻ അതിനെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. പൊതുവെ അങ്ങനെയാണ് മനുഷ്യര്, അല്ലെങ്കിൽ നമ്മളുടെ മറ്റത്തിൽ എങ്കിലും അങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ അതിന്റെ സാഹചര്യത്തെ മനസ്സിലാക്കാത്ത, ചരിത്ര പശ്ചാത്തലത്തെ മനസ്സിലാക്കാതെയുള്ള ഒരു പ്രസ്താവനയാണ്. നമ്മള് ദൈവവചനത്തില് അല്ലെങ്കിൽ അപ്പസ്തല പ്രവൃത്തികളില് 2-ാമത്തെ അധ്യായത്തില് ദൈവത്തിന്റെ സഭ ആരംഭിക്കുന്ന അവസരത്തെ ശ്രദ്ധിച്ചാൽ അത് അന്ന് രക്ഷിക്കപ്പെട്ട ആളുകൾ എല്ലാവരും യഹൂദന്മാരാണ്. എല്ലാവരും യഹൂദന്മാരാണ്. രക്ഷിക്കപ്പെട്ട യഹൂദന്മാരുടെ പ്രത്യേകത എന്നത് അവര് കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷകനായി, കർത്താവായി, മശീഹയായിട്ട് അംഗീകരിച്ചു. അതുപോലെ തന്നെ അപ്പസ്തലന്മാര് ഈ വചനം പറയാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളാണ് എന്ന കാര്യവും അവര് അംഗീകരിച്ചു. അതുകൊണ്ട് അപ്പസ്തലന്മാരുടെ ഉപദേശം അവർ സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ആ കാര്യം ഒഴിച്ചാൽ അന്നത്തെ സഭാംഗങ്ങളായിരിക്കുന്ന യഹൂദന്മാര് മറ്റുള്ള യഹൂദന്മാരെ പോലെ തന്നെയുള്ള യഹൂദന്മാരാണ്. ദേവാലയത്തിലെ ആരാധനയും ദേവാലയത്തിന്റെ ക്രമീകരണങ്ങളും ദേവാലയത്തിലെ ശുശ്രൂഷകളും എല്ലാം മറ്റുള്ള യഹൂദന്മാരെ പോലെ, വിശ്വസ്തന്മാരായിരിക്കുന്ന യഹൂദന്മാരെ പോലെ അവര് പാലിച്ചു വന്ന ആളുകളാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം മോശയുടെ ന്യായപ്രമാണമാണ്. മോശയുടെ ന്യായപ്രമാണത്തിലെ എല്ലാ വിശദാംശങ്ങളും ഒരു നല്ല യഹൂദൻ എന്നുള്ള നിലയിൽ അവരെ ആചരിച്ചു വരുന്ന ആളുകളെ. എന്നാൽ ആ വിഷയത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകുന്നത് സ്തേഫാനോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചാണ്. 5-ാമത്തെ അധ്യായം 6-ാമത്തെ അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ പറയുന്ന സഭാ നടപടികളെല്ലാം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദേവാലയത്തിലെ പ്രസംഗം, ആളുകൾ ഒരുമിച്ച് കൂടി വരുന്നത് ദേവാലയത്തില്, പിന്നീട് ദേവാലയത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആ കാലത്ത് കാണുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ ദേവാലയത്തിനും ന്യായപ്രമാണത്തിനും എന്ത് സംഭവിച്ചു, ഏത് നിലയിലാണ് ഇനിയും
ദേവാലയവും യഹൂദ മതവുമായുള്ള ബന്ധം ദൈവത്തിന് സഭ പുലർത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സ്തേഫാനോസിലാണ്. ന്യായപ്രമാണവും അതുപോലെ തന്നെ ദേവാലയവുമായിട്ട് യഹൂദന്മാരെ പോലെ തന്നെ ബന്ധപ്പെട്ട് തുടർന്നു പോകുവാനായിട്ട് ദൈവത്തിന് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരു പുതിയ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന കാര്യം ആദ്യമായിട്ട് പറയുന്നത് സ്തേഫാനോസാണ്. പിന്നീട് ഈ ആശയത്തെ വിപുലീകരിക്കുന്നതും പ്രസിദ്ധപ്പെടുത്തുന്നതും അപ്പസ്തലനായ പൗലോസാണ്. അപ്പൊ അതുകൊണ്ട് സ്തേഫാനോസിനെ നമുക്ക് അപ്പസ്തലനായ പൗലോസിന് മുൻപ് ഉള്ള പൗലോസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പസ്തലപ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിലുള്ള സ്തേഫാനോസിന്റെ പ്രസംഗം യഥാർത്ഥത്തിൽ യഹൂദ മതത്തോട് വിട പറയുന്ന ഒരു പ്രസംഗമാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ യഹൂദ മതത്തിൽ നിന്ന് വേർപെടണം എന്ന ആഹ്വാനം അല്ലെങ്കിൽ എന്ന ആ ഒരു കാഴ്ചപ്പാട് നൽകുന്ന ഒരു പ്രസംഗമാണ് നമുക്ക് അപ്പോസ്തലപ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ യഹൂദന്മാരായിരിക്കുന്ന വിശ്വാസികൾക്കും അവരുടെ ജീവിതത്തിന്റെ ധൈര്യവും അവരുടെ ആ ഒരു 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 പ്രതീക്ഷയും ഒക്കെ ഭൗതികമായ നിലയിൽ ദേവാലയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമായിരുന്നു. അതിനെ വിട്ടുപോകുക അല്ലെങ്കിൽ അതിൽ നിന്ന് വേർപെടുക എന്നത് അവർക്ക് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു പ്രസംഗകൻ 7-ാമത്തെ അധ്യായത്തിലെ പ്രസംഗത്തെ പ്രധാനപ്പെട്ട പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത്. നിന്റെ ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നതാണ് ഈ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവന എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ദേവാലയത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയല്ല ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ നിൽക്കുന്ന ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. അവിടെ ഈ യെരൂശലേമും ദേവാലയവും ന്യായപ്രമാണവും ഒക്കെ അങ്ങനെ അതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു നിലപാടല്ല ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. അതിന് ഈ പറയുന്ന പരിപാടികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ വിട്ട് ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ സുവിശേഷവുമായി പോകാനുള്ള കടപ്പാട് സഭയ്ക്കുണ്ട് എന്ന ആ ഒരു നിലപാട് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സ്തേഫാനോസിലാണ്. അതുകൊണ്ട് സ്തേഫാനോസ് ദൈവസഭയുടെ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമേറിയ ഒരു വ്യക്തിത്വമാണ് എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. അപ്പൊ അത് ഞാനൊരു മുഖവരയായിട്ട് ആണ് ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞത്. ശരി, നമുക്ക് ഈ പ്രസംഗത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ പ്രസംഗം സ്തേഫാനോസ് 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പ്രധാനമായും ഈ പ്രസംഗത്തിൽ നടത്തുന്നത്. എന്നാൽ ആ ചോദ്യത്തിനുള്ള മറുപടി മാത്രമല്ല, അതിൽ കവിഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇവിടെ സ്തേഫാനോസ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രസംഗം ഈ പ്രസംഗത്തെ അധികരിച്ച് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രസംഗമാണ്. അപ്പൊ അതിൽ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യമേ സ്തേഫാനോസ് ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് താൻ ന്യായപ്രമാണത്തെ കാണുന്നത്, ന്യായപ്രമാണത്തെ ഏത് നിലയിലാണ് ദൈവമക്കൾ വീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ന്യായപ്രമാണം നൽകിയപ്പോൾ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് സ്തേഫാനോസ് പറയുന്ന കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ന്യായപ്രമാണത്തിന് വിരോധമായി സ്തേഫാനോസ് സംസാരിച്ചു എന്ന ഒരു ആരോപണം അദ്ദേഹത്തിന് നേരെയുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി ഏത് നിലയിലാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൽ നൽകുന്നത് എന്നതാണ് ഞാൻ ഒന്നാമത് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രസ്താവന, അല്ലെങ്കിൽ സ്തേഫാനോസ് പറഞ്ഞ അതിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു സംക്ഷിപ്ത പ്രസ്താവനയാണ് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതിനും അടിസ്ഥാനമായിരിക്കുന്നത് മനുഷ്യരുടെ പ്രവൃത്തിയും ന്യായപ്രമാണത്തിന്റെ അനുസരണവുമല്ല, അത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുമാണ്.
എന്നതാണ് സ്തേഫാനോസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. മനുഷ്യർക്ക് ദൈവത്തോടുള്ള ബന്ധം ലഭിക്കുന്നതിനും ആ ബന്ധത്തിൽ നിലനിൽക്കുന്നതിനുമുള്ള കാരണം മനുഷ്യരുടെ പ്രവൃത്തികളും ന്യായപ്രമാണത്തിന്റെ അനുസരണവും ഒന്നുമല്ല. അത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുമാണ് എന്ന കാര്യമാണ് ആദ്യമേ ഇവിടെ സ്തേഫാനോസ് നമ്മളോട് പറയുന്നത്. അവിടെ ന്യായപ്രമാണത്തെക്കുറിച്ച് അങ്ങനെ പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ആരംഭ ഭാഗത്ത് സ്തേഫാനോസ് പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ അദ്ദേഹം പറയുന്നത് ദൈവം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജാതി അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തന്റെ ജനമായിട്ട് തിരഞ്ഞെടുത്തത് അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യനിലൂടെയാണ്. അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പിതാവ് എന്ന് വിളിക്കുവാൻ കഴിയുന്നത് അബ്രഹാമിനെയാണ്. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് അവര് ന്യായപ്രമാണത്തിന്റെ അനുസരണം കൊണ്ടും ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടൊന്നുമല്ല. അതിനൊക്കെ കാലങ്ങൾക്ക് മുന്നേ സ്തേഫാനോസിന്റെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുൻപേ മെസപ്പൊത്തോമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അവിടെ അബ്രഹാമിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അബ്രഹാമിനെ വിളിച്ചത് അബ്രഹാമിന് എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല, അബ്രഹാമിന്റെ അനുസരണം കൊണ്ടല്ല, പിന്നെ ദൈവത്തിന്റെ പരിപാടിയായി ദൈവത്തിന്റെ കൃപയിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പനുസരിച്ച് ദൈവം വാഗ്ദാനം നൽകിയാണ് അബ്രഹാമിനെ വിളിച്ചത്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തില് അല്ല മാത്രമല്ല പുതിയ നിയമത്തിലും ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യം അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും, ഞാൻ നിനക്കൊരു ദേശം തരും, ആ സന്തതിയിലൂടെ ഞാൻ സകല മനുഷ്യരെയും അനുഗ്രഹിക്കും എന്ന് ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനമാണ് യഥാർത്ഥത്തില് ഇസ്രയേലിനും ലോകത്തിനുമുള്ള രക്ഷയ്ക്ക് കാരണമായിട്ട് ദൈവം ഉപയോഗിച്ചത്. അതാണ് അദ്ദേഹം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുന്നമേ മെസപ്പൊത്തോമിയിൽ ഒരു ജാതീയനായിരിക്കുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിച്ച ആ ഒരു പശ്ചാത്തലത്തെയും പാരമ്പര്യത്തെക്കുറിച്ച് ഒന്നും നമുക്കറിയത്തില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, നീയെ നിന്റെ ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. അപ്പം ദൈവത്തെ അനുസരിക്കുക, ദൈവം പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കുക എന്നൊക്കെയുള്ളത് വളരെ പ്രാധാന്യമേറിയ കാര്യമാകും. അല്ലാതെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഉൾപ്പെടുത്താതെയല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണത്തിന് യാതൊരു അവസരവും നൽകാതെയല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വിളിക്കാനുള്ള കാരണം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ ദേശത്തേക്ക് പുറപ്പെടുക. അപ്പൊ അതിനോട് ചേർത്ത് പറയുന്നത് വിശ്വാസത്തിന്റെ യാത്ര സുരക്ഷിതമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ വിശ്വസിച്ച് ദൈവം പറയുന്ന ആ ഇടത്തേക്ക് ദൈവം തിരഞ്ഞെടുക്കുന്ന പാത സ്വീകരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പോകുവാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം വിളിക്കുന്ന ദൈവം മനുഷ്യർക്കുണ്ട്. അപ്പൊ അതാണ് അബ്രഹാം ചെയ്തത്. അവൻ വിശ്വാസത്താൽ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ ആശ്രയിച്ച് ദൈവം തെരഞ്ഞെടുത്തു, ദൈവം തന്നെ വിളിച്ചു, ദൈവം തന്നോട് ഉടമ്പടി ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ വിശ്വസിച്ച് പുറപ്പെടുവാനുള്ള ബാധ്യതയുണ്ട്. എന്നാൽ സ്തേഫാനോസ് പറയുന്ന അവസ്ഥയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. കനാൻ നാട്ടില് അബ്രഹാം എത്തിച്ചേർന്നതിന്റെ കാരണം യഥാർത്ഥത്തില് അബ്രഹാമിന്റെ അനുസരണവും അബ്രഹാമിന്റെ തീരുമാനവും അല്ല കേട്ടോ. അതിൽ പങ്കുണ്ട്, അത് ദൈവം ഉപയോഗിച്ചു, അത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ് എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ഇവിടെ സ്തേഫാനോസ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അത് അബ്രഹാം ചെയ്ത കാര്യമല്ല കേട്ടോ, അത് ദൈവം ചെയ്ത കാര്യമാണ്. മനുഷ്യരുടെ വീണ്ടെടുപ്പ്, മനുഷ്യരുടെ രക്ഷ, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ നിവൃത്തി അത് ദൈവം തന്നെ നിർവഹിക്കുന്നതാണ്, അല്ലാതെ മനുഷ്യരെ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല.
അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിനും ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിന്റെയും അടിസ്ഥാനം മനുഷ്യരുടെ പ്രവൃത്തികളല്ല, പിന്നെയോ ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ, പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമാണ് എന്നുള്ള കാര്യമാണ് ആദ്യമേ തന്നെ ഇവിടെ സ്തേഫാനോസ് പറയുന്നത്. അതിന് രണ്ടാമത് ഒരു ഉദാഹരണം കൂടെ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ച് കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അവന് കാലടി നിലം പോലും സ്വന്തമായിട്ട് കൊടുത്തില്ല. എന്നാൽ ദൈവം അവനോട് വാഗ്ദാനം ചെയ്തു, നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞപ്പോഴ് അതിനുള്ള യാതൊരു സാധ്യതയും ഉള്ള പറഞ്ഞാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അബ്രഹാമിന് കാലടി നിലം പോലും സ്വന്തമായിട്ട് കിട്ടിയില്ല. മാത്രമല്ല, തന്റെ സന്തതിക്ക് ഇത് അവകാശമായി കൊടുക്കുമെന്ന് പറയുമ്പോൾ തനിക്കൊരു സന്തതിയില്ല. സന്തതി ഇല്ല എന്ന് മാത്രമല്ല, ഒരു സന്തതി ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അപ്പൊ ആ നിലയിലാണ് ദൈവം വാഗ്ദാനം നൽകിയത്. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിവൃത്തി ദൈവത്തിന്റെ തന്നെ ഉത്തരവാദിത്വമായി. ദൈവം തന്റെ പ്രവർത്തനം ആയിട്ട് തന്നെ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാലത്തിന്റെ സമ്പൂർണ്ണത, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ നിവൃത്തിയുടെ സമയത്ത് ദൈവം അത് ചെയ്തെടുത്തു. എന്നിട്ട് ഇസഹാക്ക്, യാക്കോബ്, പിന്നെ 12 ഗോത്രപിതാക്കന്മാര്, പിന്നെ അവര് മിസ്രൈമിലേക്ക് വരുന്നത്. അവിടെ രണ്ടാമത്തെ ഭാഗം അബ്രഹാമിനെ വിളിച്ചതാണ് ഒന്നാമത്തെ ഭാഗമെങ്കിൽ, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മിസ്രൈമില് ഇസ്രയേൽ മക്കള് ഒരു ജാതിയായിട്ട് തീർന്നതാണ്. അവർ 75 ആളുകളാണ് അവിടെ വരുന്നത്. ഒരു ചെറിയ സമൂഹമായിട്ടാണ് അവരവിടെ വരുന്നത്. എന്നാൽ ഇസ്രയേലിനെ ഒരു ജാതിയായി രൂപപ്പെടുത്തുന്നത് മിസ്രൈമിലാണ്. അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ മിസ്രൈം എന്നത് ഇസ്രയേലിനെ ഒരു ജാതിയാക്കി, ഒരു രാജ്യമാക്കി രൂപപ്പെടുത്തുവാനുള്ള അതിന് ദൈവം ഉപയോഗിച്ച ഗർഭപാത്രമാണ്. അവിടെയാണ് ദൈവം ഇസ്രയേലിനെ ഒരു ജാതിയാക്കി തീർത്തത്. അതിനുശേഷം അവരെ കനാൻ നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പരിപാടി വീണ്ടെടുപ്പ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അത് അവരുടെ അനുസരണം കൊണ്ടും അവരുടെ തീരുമാനം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും ഒന്നുമല്ല ചെയ്തത്. ദൈവം ഒരു രക്ഷകനെ ഒരുക്കി. അപ്പം മോശയോട് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന സ്തേഫാനോസ് പറയാൻ ശ്രദ്ധിക്കുക. ആകയാൽ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും, അവരെ വിടുവിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് ദൈവം നടത്തുന്നത്. അപ്പോൾ മിസ്രയീമിൽ നിന്ന് ഇസ്രയേലിനെ രക്ഷിക്കുന്നത് ദൈവം തന്നെയാണ്. അതിനെക്കുറിച്ച് മോശയുടെ പുസ്തകങ്ങളിലും അതുപോലെ പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ വായിക്കുന്ന പോലെ അവന്റെ അത്ഭുതകരമായ വലങ്കരം കൊണ്ട്, തന്റെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ട്, മിസ്രയീമിൽ താൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നിമിത്തം താൻ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ചെങ്കടലിനെ വിഭാഗിച്ച് അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് 40 സംവത്സരം വരെ പുലർത്തിയ ദൈവം കനാൻ നാട്ടിലേക്ക് അവരെ കൊണ്ടുവന്നു. അപ്പോഴ് ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തിന്റെ വിടുതല്, ദൈവത്തിന്റെ രക്ഷ, ദൈവിക പരിപാടികള് മനുഷ്യരുടെ ന്യായപ്രമാണത്തിന്റെ അനുസരണവും മനുഷ്യരുടെ പ്രവൃത്തികളും കൊണ്ടല്ല നിവർത്തിക്കപ്പെടുന്നത്. അത് ദൈവത്തിന്റെ തീരുമാനമാണ്, ദൈവത്തിന്റെ പ്രവർത്തനമാണ്, ദൈവത്തിന്റെ കരമാണ് മനുഷ്യരെ രക്ഷിക്കുന്നത് എന്ന കാര്യമാണ് സ്തേഫാനോസ് പറയുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം ദൈവം നൽകുന്നത്, ദൈവം വീണ്ടെടുത്ത് വിടുവിച്ച് മിസ്രയീമിൽ നിന്ന് ചെങ്കടൽ വിഭാഗിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവജനത്തിന് ദൈവം കൊടുത്ത ഒരു ക്രമീകരണമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ന്യായപ്രമാണം നൽകിയ സംബന്ധിച്ച് ഒരു പ്രസ്താവന മാത്രമേ സ്തേഫാനോസ് ഇവിടെ നടത്തുന്നുള്ളൂ. ജീവനുള്ള പ്രമാണം ദൈവം മോശയ്ക്ക് നൽകി എന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അത് ദൈവിക പരിപാടിയിലും മനുഷ്യരുടെ രക്ഷയോടുള്ള ബന്ധത്തിലും ഇസ്രയേലിന്റെ വിടുതലിനോടുള്ള ബന്ധത്തിലും ന്യായപ്രമാണത്തിന് പ്രാധാന്യമില്ല. ന്യായപ്രമാണത്തിന് അങ്ങനെ ഒരു സ്ഥാനമില്ല. വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട എന്ന പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ആ ഒരു ക്രമീകരണത്തിലാണ് ന്യായപ്രമാണത്തിന്റെ വരവ് എന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചതിന് ശേഷം ഏതാണ്ട് 500 സംവത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ന്യായപ്രമാണം യഥാർത്ഥത്തില് ഇസ്രയേലിന് ദൈവം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യരുടെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ചും അവർക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ സംബന്ധിച്ചും ഒക്കെ അടിസ്ഥാനപരമായിരിക്കുന്ന ക്രമീകരണം ന്യായപ്രമാണമാണ് എന്ന നിലയിൽ, ആ നിലയിലാണ് യഹൂദന്മാര് ചിന്തിച്ചത്. മനുഷ്യരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ അനുസരണമാണ്.
മനുഷ്യർക്ക് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള മുഖാന്തരവും അതാണ് എന്ന് ആ കാലത്ത് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു എന്ന് കരുതാനായിട്ടുള്ള ന്യായമുണ്ട്. എന്നാൽ അതിനെതിരായിട്ടാണ് സ്തേഫാനോസ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാണ്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ദൈവത്തിന്റെ വാഗ്ദാനമാണ് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും ആ ബന്ധത്തിൽ നിലനിൽക്കുന്നതിനും അടിസ്ഥാനമായിരിക്കുന്നത്, അല്ലാതെ മനുഷ്യരുടെ പ്രവൃത്തികളും ന്യായപ്രമാണത്തിന്റെ അനുസരണവും അല്ല എന്ന കാര്യമാണ് ഒന്നാമത് സ്തേഫാനോസ് അവരോട് പറയുന്ന കാര്യം. അതാണ്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം, രണ്ടാമത് സ്തേഫാനോസ് പറയുന്ന കാര്യം, യഥാർത്ഥത്തില് രണ്ടാമത്തെ തനിക്കെതിരെയുള്ള ആരോപണം, അതാണ് രണ്ടാമത്തെ മറുപടി ആയിട്ട് താഴെ പറയാം. അതായത് ദേവാലയത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് സ്തേഫാനോസിന് പറയാനായിട്ട്. അതിനെ സംബന്ധിച്ച് സ്തേഫാനോസ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, ദൈവത്തിന്റെ സാന്നിധ്യം, ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു ദേവാലയം എന്ന് പറയുന്നത്. കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒലിവമലയിൽ ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാര് തന്റെ അടുക്കൽ വന്നിട്ട്, കർത്താവ് ഈ ദേവാലയത്തിന്റെ പണി കണ്ടോ, അതിന്റെ കല്ലുകൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പ്രസ്താവന നമുക്കറിയാം. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഇത് വലിയ കാര്യമൊന്നുമല്ല, ഇത് ഒരു കല്ലിന്റെ മേൽ വേറൊരു കല്ല് ശേഷിക്കാതെ വേണം ഇത് ഇടിഞ്ഞു പോകും എന്നുള്ള കാര്യം കർത്താവ് അവിടെ പറയുന്നു. അപ്പോഴേ ദേവാലയത്തെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു കാര്യമാണ്. ആദ്യത്തെ ദേവാലയം ശലോമോന്റെ ദേവാലയമാണ്. അത് BC 950 ആയിരിക്കാം അത് നിർമ്മിച്ചത്. അതിനുശേഷം പിന്നെ അത് BC ഏതാണ്ട് 600 കാലഘട്ടത്തില് ബാബിലോന്യ അധിവേശത്തില് അത് നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് 70 സംവത്സരങ്ങൾക്ക് ശേഷമാണ് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ദേവാലയം ഉണ്ടാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്തുള്ള ദേവാലയം സെരുബ്ബാബേൽ നിർമ്മിച്ചതായിരിക്കും ദേവാലയമാണ്. എന്നാൽ ഹെരോദ രാജാവ് 10-40 വർഷത്തെ തന്റെ പ്രവർത്തന ഫലമായിട്ട് അത് വളരെ വിപുലീകരിക്കുകയും വളരെ വളരെ മനോഹരമാക്കി തീർക്കുകയും ചെയ്തു. അപ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായിട്ടാണ് ദേവാലയം ഇരുന്നത്. അത് മനോഹരമായ ഒരു ക്രമീകരണമായിരുന്നു. അപ്പോൾ യഹൂദന്മാർ അവരുടെ ഒരു വലിയ ധൈര്യം, ഒരു വലിയ പ്രതീക്ഷ, അല്ലെങ്കിൽ ദൈവം തങ്ങളോട് ഉണ്ട് എന്നുള്ളതിന്റെ ഉറപ്പായിട്ട് അവർ വിചാരിച്ചിരുന്നത് ദേവാലയമാണ്. അതാണ് അതിൻ്റെ ഒരു ചിഹ്നമായിട്ട് അവര് വിചാരിച്ചിരുന്നത്. എന്നെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമുക്ക് ദേവാലയം അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാൽ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മളുടെ ധൈര്യം കണ്ടെത്തുക, ഭൗതികമായി കാണാൻ കഴിയുന്ന കാര്യങ്ങളിൽ നമ്മളുടെ പ്രശംസ കേന്ദ്രീകരിക്കുക എന്നതൊരു വലിയ പരീക്ഷയാകട്ടെ. യഹൂദന്മാരെ പറഞ്ഞ ദേവാലയമൊക്കെ വലിയ കൂടി കാര്യമായിരുന്നു കേട്ടോ. എന്നാൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ധൈര്യം ഒരു സഭാമന്ദിരത്തിൽ നമുക്ക് ആ നിലയിൽ ചിന്തിക്കാനുള്ളതായിരിക്കും സാധ്യതയുണ്ട്. അത് വളരെ അപകടകരമായ കാര്യമാണ്. ദൃശ്യമായ ഭൗതികമായ ക്രമീകരണങ്ങളിൽ നമ്മുടെ ധൈര്യം കണ്ടെത്തുന്നത് അത് അപകടകരമായ കാര്യം. അപ്പൊ അത് യഹൂദന്മാർക്ക് പറ്റിയൊരു വലിയ പരാജയമാണ്. അത് നമുക്കെല്ലാവർക്കും സാധ്യമായിരിക്കുന്ന പരാജയം തന്നെയാണ്. അവിടെ രണ്ടാമത് ഈ ദേവാലയത്തെ സംബന്ധിച്ചുള്ള സ്തേഫാനോസിന്റെ ആശയം സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു മന്ദിരത്തിലോ ഒതുക്കി നിർത്തുന്നില്ല എന്നതാണ് താൻ സ്തേഫാനോസ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ദൈവം തന്റെ സാന്നിധ്യം ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഏതെങ്കിലും ഒരു മന്ദിരത്തിലോ ഒതുക്കി നിർത്തുന്ന ദൈവമല്ല. അതിനെക്കുറിച്ച് ശലോമോൻ രാജാവ് പറഞ്ഞതുപോലെയും അതുപോലെ പിന്നീട് യെശയ്യാവ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം, എന്റെ വിശ്രാമ സ്ഥലവും ഏത്, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. ദൈവത്തെ ഒതുക്കി നിർത്താനായിട്ട് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന മന്ദിരങ്ങളിൽ കഴിയുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവ മക്കളോടുകൂടെയാണ് എന്ന ആശയം യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഏറ്റവും ശക്തമായി പറഞ്ഞത് സ്തേഫാനോസാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവ മക്കളോടുകൂടെയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം തൻ്റെ ജനത്തോടുകൂടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം. അപ്പൊ അത് നമ്മൾ സ്തേഫാനോസിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ അതും തന്റെ പ്രസംഗത്തിൽ താൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
നമ്മുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുൻപേ മെസപ്പൊത്തോമിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഇന്ന് ജാതീയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്രയേല് മക്കള് വെറുക്കുന്നതായിരിക്കുന്ന ബാബിലോൺ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ആദ്യമായിട്ട് ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തത്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നത് അവിടെ നിന്നാണ്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ തേജോമയനായ ദൈവം മെസപ്പൊത്തോമിയയിൽ വെച്ച് ഹാരാനിൽ വന്നു പാർക്കുന്നതിന് മുന്നേ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ദൈവത്തിന്റെ പദ്ധതികളെ നിർവഹിക്കുവാൻ ദൈവജനത്തോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന കാര്യമാണ് നമ്മൾ ആദ്യത്തെ പ്രസ്താവനയിൽ തന്നെ കാണുന്നത്. രണ്ടാമത് നമ്മൾ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പറയുമ്പോൾ സ്തെഫാനോസ് പറയുന്ന കാര്യം മിസ്രൈമില് തന്റെ സഹോദരന്മാരാൽ പകയ്ക്കപ്പെട്ട് മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ യോസേഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവന് മിസ്രൈമില് ആയിരുന്നു, എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് യെരൂശലേമിലും ദേവാലയത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാന്നിധ്യമല്ല. അത് ദൈവമാണോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ലഭ്യമാണ്. അവിടെ യോസേഫ് മിസ്രൈമില് ഒരു അന്യദേശത്ത് ജാതീയ സ്ഥലത്ത് ആയിരുന്നപ്പോൾ ദൈവം അവനോട് കൂടെ ഇരുന്നു. അതുപോലെ തന്നെ മിസ്രൈമിൽ നിന്ന് മോശ കടന്നു വരുന്ന അവസരത്തിലും മോശയോട് കൂടെ ദൈവം ഇരുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ഇത് മോശയുടെ ദൈവം പ്രത്യക്ഷമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയണമല്ലോ. അപ്പൊ അവിടെ മോശ ദൈവവുമായിട്ട് സന്ധിക്കുന്ന അവസരം എത്രയോ മനോഹരമാണ്. അവന് മിദ്യാൻ ദേശത്ത് മരുഭൂമിയില് ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന് ദൂതൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മുൾപ്പടർപ്പിൽ അവന് പ്രത്യക്ഷനായി. അതിനുശേഷം പിന്നീട് വരുമ്പോൾ അത് ദൈവം തന്നെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിട്ട് ദൈവം മോശയോട് പറയുന്ന കാര്യം, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്നാണ് മോശയോട് പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ ഭൂമി, ആ പ്രയോഗങ്ങളൊക്കെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രസ്താവനകളാണ്. ഹോളി പ്ലേസ്, അത് ദേവാലയത്തിന്റെ അന്തർഭാഗത്ത് മാത്രമല്ല കേട്ടോ വിശുദ്ധ സ്ഥലം. മോശയ്ക്ക് ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടമാണ് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ മോശ ദൈവത്തിന്റെ സാന്നിധ്യം മിദ്യാൻ ദേശത്ത് മരുഭൂമിയിൽ അനുഭവിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവജനത്തോടുകൂടെയാണ് എന്ന ആശയം. ദൈവം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിൽ നിർമ്മിച്ചിട്ടുള്ള വലിയ മന്ദിരങ്ങൾക്ക് യാതൊരു സാധുതയുമില്ല എന്ന കാര്യം. അതാണ് സ്തെഫാനോസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവമില്ലാത്ത ഇടം എത്ര മനോഹരമായി നിർമ്മിച്ചാലും അത് ദേവാലയമായിട്ട് തീരുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ എവിടെയുണ്ടോ അവിടെയാണ് അത് ദേവാലയം വിശുദ്ധ സ്ഥലമായിട്ട് ഇരിക്കുന്നത് എന്ന കാര്യമാണ് സ്തെഫാനോസ് അവരോട് പറഞ്ഞത്. അവിടെ ആ ആശയം പിന്നീട് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ അത് വിശദമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ മക്കള് വസിക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആലയം. നിങ്ങൾ ദൈവത്തിന്റെ ആലയം, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് 1 Corinthians 3 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നുണ്ട്. അത് ബഹുവചനമാണ്. അപ്പൊ ദൈവജനത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവജനത്തിന്റെ മധ്യത്തിലാണ് ഇന്ന് നമ്മൾ പറയുന്നതായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആശയം. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഭൗതിക പള്ളികളോ പ്രസ്ഥാനങ്ങളോ ഒന്നുമല്ല. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനുഷ്യരാണ്, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. അപ്പൊ ആ ആശയം ആദ്യമായിട്ട് പ്രസിദ്ധപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സ്തെഫാനോസ് ആണ്. ആ നിലയില് ദൈവസഭയുടെ നിസ്തുല്യമായ
ഒരു ആശയത്തിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിന്റെ തുടക്കം എന്നത് സ്തേഫാനോസിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ആശയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്റെ ജീവൻ തന്നെ അതിനുവേണ്ടി കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവ സാന്നിധ്യവും ദൈവജനത്തിന്റെ പ്രാധാന്യവും ഊന്നി പറയുന്ന ഒരു പ്രസ്താവനയാണ് നമുക്ക് സ്തേഫാനോസിൽ കാണാൻ കഴിയുന്നത്. അവിടെ പിന്നീട് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നുള്ളതിന് വരും ഏകവചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, നാം ദൈവത്തിന്റെ അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ ആലയമാണ് എന്നുള്ള കാര്യം. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം അതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പ്രസ്താവന നമുക്ക് അറിയാമല്ലോ. ഈ മലയിലല്ല യെരുശലേമിലുമല്ല, ഈ മലയിലല്ല യെരുശലേമിലുമല്ല, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കണം എന്ന കാര്യം കർത്താവ് ആരാധനയെക്കുറിച്ച് ശമര്യക്കാലത്ത് സ്ത്രീയോട് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം. അപ്പൊ ആശയം മനസ്സിലായത് അല്ലെങ്കിൽ അതിന് ഊന്നൽ നൽകി പറഞ്ഞത് സ്തേഫാനോസാണ്. അതുപോലെ തന്നെ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ദേവാലയത്തിന്റെ തിരശ്ശീല രണ്ടായിട്ട് കീറി. അത് മുകളിൽ നിന്ന് താഴോട്ടാക്കരുത്, താഴെ നിന്ന് മുകളിലേക്ക് കീറിയ ഒരു പരിപാടിയല്ല. പിന്നെയോ അത് മുകളിൽ നിന്ന് താഴേക്ക് ആണ് കീറിയത്. പറഞ്ഞാൽ ദൈവം തന്നെ ചെയ്തതാണ്. അത് മനുഷ്യര് ചെയ്ത ഒരു കാര്യമല്ല, പിന്നെയോ അത് ദൈവം തന്നെ ചെയ്ത കാര്യമാണ്. അവിടെ ദൈവം അങ്ങനെ ആ തിരശ്ശീല രണ്ടായി കീറി കഴിഞ്ഞപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള തടസ്സം നീങ്ങിയിരിക്കുന്നു. ഇനി ദൈവമക്കൾക്ക് ദൈവത്തോടുള്ള സംസർഗം സാധ്യമാണ്, അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി വരുവാനുള്ള അനുവാദം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെങ്കിൽ അത് മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാനായിട്ട് കുറെ കാലം എടുത്തു കിട്ടുമോ. അപ്പൊ അതിലെ ഏറ്റവും പ്രസക്തമായ അതിന്റെ ആരംഭം അല്ലെങ്കിൽ ആശയത്തെ മനസ്സിലാക്കിയതും അത് പറഞ്ഞതും സ്തേഫാനോസാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് നിസ്തുല്യമായിരിക്കുന്ന ഒരു സ്ഥാനം. അവിടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം പറയാം, നമ്മൾ ഇന്ന് ആശയത്തെ അടിവരയിട്ട് പറയുന്ന ആളുകളാണ്. അത് എത്രത്തോളം അത് മനസ്സിലാക്കി എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. എന്നാൽ ഇന്ന് നമ്മളോടുകൂടെ ദൈവം വസിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. നമ്മളോട് ദൈവം വസിക്കുന്നില്ല എങ്കിൽ നമുക്ക് യാതൊരു പ്രാധാന്യം, നമ്മളുടെ പരിപാടികളും പ്രസ്ഥാനങ്ങളും മന്ദിരങ്ങളും ഒക്കെ എത്ര മനോഹരമായിരുന്നാലും അതിൽ ദൈവമില്ല എങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ അതിന് യാതൊരു പ്രാധാന്യവുമില്ല. ബാഹ്യമായ ക്രമീകരണങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒതുക്കി നിർത്തുവാൻ, അതിനെ നിയന്ത്രിക്കുവാൻ, അതിനെ ഉറപ്പാക്കുവാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുകയില്ല. അത് ആന്തരികമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ്. അതാണ് ഇന്ന് വിശുദ്ധ സ്ഥലമായിട്ട് ദൈവത്തിന്റെ ആലയമായിട്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഇവിടെ സ്തേഫാനോസ് പറഞ്ഞത്. അപ്പോൾ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, ന്യായപ്രമാണമല്ല മനുഷ്യർക്ക് ദൈവത്തോടുള്ള ബന്ധത്തിനും നിലനിൽക്കുന്നതിനും അടിസ്ഥാനമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വാഗ്ദാനവുമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒതുക്കി നിർത്താനുള്ള ഒരു ക്രമീകരണമല്ല. യാതൊരുവിധമായിരിക്കുന്ന ഭൗതിക ക്രമീകരണങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒതുക്കി നിർത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യമാണ് സ്തേഫാനോസ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വേറെ ഒരു കാര്യം, രണ്ട് കാര്യം തനിക്ക് നേരെ യഹൂദന്മാർ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. താന് ദേവാലയത്തിനും ന്യായപ്രമാണത്തിനും ഒന്നും എതിരല്ല. ദേവാലയത്തെയും ന്യായപ്രമാണത്തെയും ഒക്കെ ദൈവം എങ്ങനെയാണോ നൽകിയത്, ഏത് ഉദ്ദേശത്തിന്റെ പേരിലാണോ അത് നൽകിയത്, ആ നിലയിൽ മാത്രമേ കാണാവൂ. അപ്പൊ ആ നിലയിൽ വേണം അതിനെ വീക്ഷിക്കുവാൻ എന്ന ആ ഒരു കാര്യമാണ്, ആ ഒരു നിലപാടാണ് നമ്മൾ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ സ്തേഫാനോസിന്റെ നിലപാട് എന്ന് നമുക്ക് മനസ്സിലാവും. മൂന്നാമത് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന കാര്യം, തന്റെ ആരോപണങ്ങൾക്ക് ഉള്ള മറുപടി എന്നതിനേക്കാളും തനിക്ക് നേരെ ആരോപണം പറഞ്ഞ മനുഷ്യരുടെ പ്രശ്നം, അവരെന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് മൂന്നാമത് തന്റെ പ്രസംഗത്തിൽ മുഴച്ചു നിൽക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അത് ഞാനൊരു പ്രസ്താവനയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന ഞാൻ പറഞ്ഞത്, മനുഷ്യർക്ക് ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധം സ്ഥാപിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനുമുള്ള
അടിസ്ഥാനം മനുഷ്യന്റെ പ്രവൃത്തികളും ന്യായപ്രമാണത്തിന്റെ അനുസരണവുമല്ല. അത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുമാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്, ദൈവത്തിന്റെ സാന്നിധ്യം ഏതെങ്കിലും ഒരു ഭൗതിക ക്രമീകരണത്തിലോ വിശുദ്ധ സ്ഥലത്തോ ഒരു പ്രത്യേക സ്ഥലത്തോ ഒന്നും ഒതുക്കി നിർത്താനായിട്ട് സാധിക്കുകയില്ല. അത് ദൈവമക്കളുടെ അടുക്കലാണ്, അല്ലെങ്കിൽ ദൈവമക്കളോട് കൂടെയാണ്. പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ സ്തേഫാനോസ് പറയുന്ന കാര്യം, മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, ഇസ്രയേൽ മക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, അത് ദൈവപരിപാടികളെ തിരസ്കരിക്കുന്ന ഒരു ചരിത്രമാണ് എന്നാണ് സ്തേഫാനോസ് പറയുന്നത്. മനുഷ്യന്റെ ചരിത്രം, ദൈവജനത്തിന്റെ ചരിത്രം, ഇസ്രയേലിന്റെ ചരിത്രം, ദൈവത്തോട് മത്സരിച്ചതിന്റെ ചരിത്രമാണ്. അത് വളരെ സങ്കടകരമായ കാര്യം. എന്നാൽ ഈ മത്സരിച്ചതായിരിക്കുന്ന മനുഷ്യര്, അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ, അവര് സംരക്ഷിക്കപ്പെടണമെങ്കിൽ, അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നേ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ പരിപാടികളെയും ദൈവത്തിന്റെ ക്രമീകരണങ്ങളെയും ദൈവം അതിനുപയോഗിക്കുന്ന മുഖാന്തരങ്ങളെയും സ്വീകരിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ എന്നുള്ള കാര്യവും ഇവിടെ സ്തേഫാനോസ് എന്ന് പറയുന്നുണ്ട്. ദൈവത്തോട് മത്സരിക്കാനും ദൈവത്തെ എതിർക്കാനും ഒക്കെ ഉള്ള സാധ്യത മനുഷ്യർക്കുണ്ട്. മനുഷ്യരുടെ ചരിത്രം ദൈവത്തോട് മത്സരിച്ചതിന്റെ ചരിത്രമാണ്. എന്നാൽ മനുഷ്യർക്ക് രക്ഷപ്പെടണമെങ്കിൽ, അവർ സംരക്ഷിക്കപ്പെടണമെങ്കിൽ, അവർക്ക് ദൈവിക പരിപാടികളിൽ ദൈവം ഉദ്ദേശിക്കുന്നതായ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, അവർ ദൈവം പറഞ്ഞ രീതിയിൽ മടങ്ങി വന്നേ മതിയാകുള്ളൂ. അല്ലാതെ ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കില്ല എന്ന കാര്യമാണ് സ്തേഫാനോസ് പറയുന്നത്. ഉദാഹരണമായിട്ട് അദ്ദേഹം ആദ്യമായി പറയുന്ന കാര്യം യോസേഫിന്റെ ചരിത്രമാണ്. യോസേഫിന്റെ ചരിത്രം. ഈ പ്രതികൂലങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് നിലയിലുള്ള പ്രതികൂലങ്ങൾ പറയണം കേട്ടോ. മനുഷ്യരെ ദൈവത്തോട് മത്സരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് നിലയിലുള്ള മത്സരം നമുക്ക് ഈ പ്രസംഗത്തിൽ കാണാൻ പറ്റും. ഒന്നാമത്തെ പ്രമുഖമായിരിക്കുന്ന മത്സരം എന്ന് പറയുന്നത് ദൈവജനം എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ മത്സരമാണ്. ദൈവജനം എന്ന് അവകാശപ്പെടുന്ന മനുഷ്യരുടെ മത്സരമാണ്. രണ്ടാമത് ദൈവത്തെ എതിർക്കുന്ന മനുഷ്യരുടെ മത്സരമാണ്. അല്ലെങ്കിൽ നമുക്കതിനെ രണ്ട് നിലയിൽ പറയാം. ആന്തരികമായ പ്രതിസന്ധികൾ എന്ന് പറയാം, അതുപോലെ തന്നെ ബാഹ്യമായ പ്രതിസന്ധികൾ എന്ന് പറയാം. ദൈവത്തിന്റെ ജനവും ദൈവത്തിന്റെ സഭയും എന്നും നേരിട്ടുള്ളതായിട്ടുള്ള പ്രതിസന്ധികൾ ഈ രണ്ട് നിലയിലുള്ള പ്രതിസന്ധികളാണ്. ബാഹ്യമായിരിക്കുന്ന പ്രതിസന്ധി, അതുപോലെ തന്നെ ആന്തരികമായ പ്രതിസന്ധി. ഇത് രണ്ടും ദൈവഹിതപ്രകാരം നമ്മൾ നേരിടേണ്ടതായ കാര്യങ്ങളാണ്. അവിടെ ദൈവത്തെ എതിർക്കുന്ന മനുഷ്യരുടെ ചരിത്രത്തിന്റെ ആദ്യത്തെ ഉദാഹരണം എന്നത് യോസേഫിന്റെ ചരിത്രമാണ്. അവിടെ യോസേഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ അവരുടെ സംരക്ഷണത്തിനായിട്ടാണ് ചെന്നത് കേട്ടു. അവർ പിതാവ് അയച്ച്, യോസേഫ് കർത്താവിന് ഒരു ചിത്രമാണ്. യോസേഫ് കർത്താവിന്റെ ഒരു ചിത്രമാണ്, മോശ കർത്താവിന്റെ ഒരു ചിത്രമാണ്. അപ്പം ഈ ചിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവുമായിട്ട് അതിന് ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. കർത്താവിന്റെ ജീവിതവും ഈ മനുഷ്യരുടെ ജീവിതവും തമ്മിൽ, അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. യോസേഫ് എന്ന് പറയുന്ന ഈ ദൈവ മനുഷ്യൻ തന്റെ പിതാവ് തന്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് യോസേഫിനെ അയച്ചു. കയ്യില് അവർക്കുള്ളതായ ആഹാരവും ഒക്കെ കൊടുത്താണ് യോസേഫിനെ അയക്കുന്നത്. എന്നാൽ യോസേഫിനോട് തന്റെ സഹോദരന്മാർ പ്രതികരിച്ചത് വളരെ ക്രൂരമായ നിലയിലാണ്, അവിശ്വസനീയമായ നിലയിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന പോലെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. തിരസ്കരണത്തിന്റെ ചരിത്രമാണ് മനുഷ്യന്റെ ചരിത്രം, തിരസ്കരണത്തിന്റെ ചരിത്രമാണ്. അവര് യോസേഫിനെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, യോസേഫിനെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലിട്ടു. അതുകൊണ്ട് അവൻ അവസാനിക്കുമെന്ന് അവർ വിചാരിച്ചു കേട്ടോ. എന്നാല് മറ്റു ചില സഹോദരന്മാർ, യഹൂദയല്ലേ ഇടപെട്ട ഏതായാലും ശരി, അദ്ദേഹത്തെ അവരതിൽ നിന്ന് വലിച്ചു കയറ്റി അദ്ദേഹം കൊണ്ടുവന്ന ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പൊ അദ്ദേഹം പിന്നീട് ആ സഹോദരന്മാർ തന്നെ പറയുന്നുണ്ട്, അവന്റെ കരച്ചിൽ കണ്ടിട്ട്, അവന്റെ സങ്കടം കണ്ടിട്ട് അവനോട് മനസ്സരിവ് കാണിക്കുവാനായിട്ട് അവർ മനസ്സ് വെച്ചില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ദൈവത്തോടും ദൈവ മനുഷ്യരോടും ദൈവത്തിന്റെ പരിപാടികളോടും ഒക്കെ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ തന്നെ
വളരെ വിചിത്രമായി ക്രൂരമായി പെരുമാറുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതാണ് യോസേപ്പിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിപാടികൾ മനുഷ്യന്റെ അനുസരണക്കേട് കൊണ്ടും ക്രൂരത കൊണ്ടും അത് പരാജയപ്പെട്ടു പോകുകയില്ല, അല്ലെങ്കിൽ അത് അവസാനിക്കുകയില്ല എന്നുള്ള കാര്യം യോസേപ്പിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം അവനോട് കൂടെ ഇരുന്നു, അവനെ മിസ്രയീമിലേക്ക് അയച്ചു. ദൈവം അവനോട് കൂടെ ഇരുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു കേട്ടോ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന കഷ്ടങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ദൈവജനത്തിന്, ദൈവ മനുഷ്യർക്ക് ലോകത്തിൽ നിന്നും അതുപോലെ തന്നെ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നതായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നും ഒക്കെ പീഡകൾ സാധ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു അനുഭവമാണ് യോസേഫിനുണ്ടായത്. യോസേഫ് മിസ്രയീമിൽ വന്നു എന്നാൽ ദൈവം നമ്മുടെ ആശ്വാസം എന്ന് പറയുന്നത് നാം കർത്താവിനോട് ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു അന്യദേശത്ത് ആരും തനിക്ക് സഹായമില്ലാതിരുന്നിടത്ത് തന്നെ ധൈര്യമായി തനിക്ക് സഹായമായിട്ട് ദൈവം തന്നോട് കൂടെ ഇരുന്നു. തന്റെ പ്രതിസന്ധികളിലൊക്കെ കർത്താവ് അവനെ സഹായിച്ചു. എന്നിട്ട് തടവറകളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ശരിയാണ്. എന്നാൽ അവനെ ദൈവം ഉയർത്തി, അവനെ ഏറ്റവും ഉയർത്തി. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ആ ഒരു പ്രസ്താവന പോലെ കർത്താവിനെ ഉയർത്തതുപോലെയുള്ള ഉയർച്ചയല്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും അവനെ ഏറ്റവും ഉയർത്തി. എന്നിട്ട് മിസ്രയീം ദേശത്തിലെ പ്രധാനമന്ത്രിയായിട്ട്, ഏറ്റവും പ്രമുഖനായിരിക്കുന്ന വ്യക്തിയായിട്ട് യോസേഫിനെ ഉയർത്തി. യോസേഫിനെ സന്ധിക്കേണ്ടതായിട്ട് വരും കേട്ടോ. യോസേഫിനെ സന്ധിക്കേണ്ടതായിട്ട് വരും. ഇസ്രയേലിന്റെ അല്ലെങ്കിൽ തന്റെ സഹോദരന്മാരുടെ സംരക്ഷണത്തിന്, അവരുടെ രക്ഷയ്ക്ക് അവർ യോസേഫിന്റെ അടുക്കൽ വന്നേ മതിയാകുള്ളൂ. ഒരു കാലത്തേക്കൊക്കെയുള്ള തിരസ്കരണമൊക്കെ നടക്കും കേട്ടോ. എന്നാൽ ജീവനോടെ ഇരിക്കുന്നതിനും രക്ഷ പ്രാപിക്കുന്നതിനും യോസേഫിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നേ സാധിക്കും. അവർ ഉപദ്രവിച്ച, അവർ കൊല്ലുവാനായിട്ട് വിചാരിച്ച, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൊന്ന, മരണശിക്ഷയ്ക്ക് വിധിച്ച ആ യോസേഫാണ് അവർക്ക് രക്ഷകനായിട്ട് തോന്നുന്നത്. അപ്പം സ്തേഫാനോസ് പറയും, നിങ്ങൾക്ക് ഒരു കാലത്തേക്കൊക്കെ ദൈവം ഒരുക്കിയ രക്ഷയുടെ ക്രമീകരണത്തെ തിരസ്കരിക്കുന്നതിനും ഒരുപക്ഷെ രക്ഷയ്ക്ക് കാരണമായ രീതിയിൽ ആ കാര്യങ്ങളിൽ അനുസരണക്കേട് കാണിക്കുന്നതിനും ക്രൂരത പ്രവർത്തിക്കുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ട്. എന്നാൽ രക്ഷയ്ക്കായിട്ട് നിങ്ങൾ ആ രക്ഷകന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നേ മതിയാകുള്ളൂ. യോസേഫ് അതിനെക്കുറിച്ച് പിന്നെ തന്റെ സഹോദരന്മാരോട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ എനിക്ക് ദോഷമായതാണ് ചെയ്തത്, എനിക്ക് ദോഷമായതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. എന്നാൽ ദൈവം തന്റെ കാരുണ്യത്തില്, ദൈവം തന്റെ സർവാധികാരത്തില് അത് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഒരുക്കിയ ഒരു ക്രമീകരണമായിരുന്നു എന്ന് യോസേഫ് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രതികരിച്ചത് അതീവ ക്രൂരമായ നിലയിലാണ്. അവർ തറപ്പിച്ചു കൊന്നു. എന്നാൽ കർത്താവ് തന്റെ സഹോദരങ്ങളോട്, അല്ലെങ്കിൽ ഇസ്രയേലിനോട് എന്ന് പറയുന്നത്, നിങ്ങളുടെ അറിവില്ലായ്മയില്, നിങ്ങളുടെ അസൂയയില്, നിങ്ങളുടെ മത്സരത്തില് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചു, അവനെ തറപ്പിച്ചു കൊന്നു. പക്ഷേ മനുഷ്യന്റെ രക്ഷയ്ക്കായുള്ള ക്രമീകരണമായിട്ട് ദൈവത്തിന്റെ സർവാധികാരത്തിൽ, ദൈവത്തിന്റെ പരിപാടിയിൽ ദൈവം അത് ക്രമീകരിച്ചു. രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തിരസ്കരിച്ച ഈ കർത്താവിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ എന്ന കാര്യമാണ് സ്തേഫാനോസ് പറയുന്നത്. മനുഷ്യരുടെ തിരസ്കരണത്തിന് രണ്ടാമത്തെ ചരിത്രമായിട്ട് നമ്മൾ കാണുന്നത് മോശയാണ്. മോശ അത്ഭുതകരമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു. മോശ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രവാചകനാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഇസ്രയേലിന്റെ രക്ഷയ്ക്കായിട്ട്, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ സംരക്ഷണത്തിനായിട്ട് കടന്നു വരുന്ന അവസരത്തില് അവർ ചോദിച്ച ചോദ്യം, നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവുമാക്കിയത് ആര്? നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആര്? ദൈവം നിയോഗിക്കുന്ന, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ രക്ഷകൻ, ദൈവത്തിന്റെ പരിപാടി പദ്ധതി, അത് സ്വീകരിക്കാനായിട്ട് മനുഷ്യർക്ക് മനസ്സില്ല. അതിന് നേരെ മുഷ്ടി ചുരുട്ടുന്ന, അതിന് നേരെ കൈയോങ്ങുന്ന, അതിനെ എതിർക്കുന്ന ആ ഒരു പാരമ്പര്യമാണ് മനുഷ്യനുള്ളത്. ദൈവത്തിന്റെ പരിപാടികളെയും പദ്ധതികളെയും എതിർക്കുന്ന ഒരു മനസ്സും മനോഭാവമാണ് മനുഷ്യർക്ക് പൊതുവേ ഉള്ളത്. എന്നാൽ
നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവുമാക്കിയത് ആരാണ് എന്ന് ചോദിച്ച് അവനെ തിരസ്കരിച്ചതായിരിക്കുന്ന ആ മനുഷ്യരുടെ നടുവിലേക്ക്, ആ തലമുറയിലേക്ക് മോശയെ ദൈവം അധികാരിയും രക്ഷകനുമായി മടക്കി അയക്കും. ഒരു കാലത്ത് മോശയെ തിരസ്കരിച്ച് മോശയെ മറന്നു കളയാനായിട്ട് അവർക്ക് സാധിക്കുമെങ്കിലും അവർ വിടുതലിനും രക്ഷയ്ക്കും ഈ മോശയുടെ അടുക്കിലേക്ക് തന്നെ അവർ മടങ്ങി വന്നേ മതിയാകുള്ളൂ. മോശ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട രക്ഷകനായിട്ട് കടന്നു വന്നു. ദൈവം അവനെ രക്ഷകനായി ഉപയോഗിച്ചു. അവരെ ആ മിസ്രൈമ്യ ആ ക്രമീകരണത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. അത്ഭുതകരമായ കരങ്ങളാൽ അവരെ രക്ഷിച്ചു. അപ്പോൾ മോശ, തിരസ്കരിക്കപ്പെട്ടതായിരിക്കുന്ന മോശ അവർക്ക് രക്ഷകനായിട്ട് ഭവിച്ചു. എന്നാൽ അവര് രക്ഷയ്ക്കായിട്ട് മോശയുടെ അടുക്കിലേക്ക് വന്നേ പറ്റുള്ളൂ. സ്തേഫാനോസ് തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഇസ്രയേൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് മുൻപറഞ്ഞതായിരിക്കുന്ന പ്രവാചകന്മാരെയൊക്കെ അവർ കൊന്നുകളഞ്ഞു. ദൈവത്തോടുള്ള തിരസ്കരണമാണ് മനുഷ്യന്റെ ചരിത്രം. ദൈവത്തോടുള്ള മത്സരമാണ് മനുഷ്യന്റെ ചരിത്രം. എന്നാൽ അവന്റെ രക്ഷയ്ക്കായുള്ള ക്രമീകരണമായിട്ട് ദൈവം അവന്റെ ആ ക്രൂരതയെയും കാഠിന്യത്തെയും ഒക്കെ ഉപയോഗിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷകനായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം മനുഷ്യന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമായി, മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള മുഖാന്തരമായിട്ട് ദൈവം ഉപയോഗിച്ചു എന്നതാണ് സ്തേഫാനോസോട് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് അവര് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തരുന്ന ദൈവത്തിന്റെ പ്രമാണങ്ങളെയും ദൈവത്തിന്റെ പരിപാടികളെയും പദ്ധതികളെയും അതിനോട് മത്സരിച്ച, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്ത മനുഷ്യരായി. ആ നിലയിലുള്ള ഒരു പ്രതികരണം അത് ദൈവ ന്യായവിധിക്കും നാശത്തിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിന് പരിച്ഛേദന, ചെവിക്ക് പരിച്ഛേദന, അതാണ് മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്നത് എന്ന കാര്യമാണ് സ്തേഫാനോസ് പറയുന്നത്. ഹൃദയത്തിന് പരിച്ഛേദന ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ക്രമീകരണങ്ങളെയും ദൈവത്തിന്റെ രക്ഷകനെയും സ്വീകരിക്കുവാനുള്ള മനസ്സാണ്. ചെവിക്കുള്ള പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ഈ വചനം കേൾക്കാനുള്ള ആ ഒരുക്കമാണ് ചെവിക്കുള്ള പരിച്ഛേദന. അതാണ് മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ദൈവം ക്രമീകരിച്ചിരിക്കുന്ന വഴി, മാർഗം എന്നതാണ് സ്തേഫാനോസ് അവരോട് പറയുന്നതായിരിക്കുന്ന കാര്യം. സ്തേഫാനോസിന്റെ ഈ പ്രസംഗത്തിന്റെ അന്ത്യം നമുക്കറിയാം. അത് ഞാൻ അടുത്ത ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞോളാം. അത് ഇത് സ്വീകരിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യര് സ്തേഫാനോസിനെ കൊന്നുകളന്നതാണ്. എന്നാൽ അത് ദൈവത്തിന്റെ സഭയുടെ ഒരു വഴിത്തിരിവ് ആയിരുന്നു. യെരൂശലേമിൽ ഒതുങ്ങി നിന്ന ദൈവത്തിന്റെ സഭ സ്തേഫാനോസിന്റെ മരണത്തോടും അതിനുശേഷമുണ്ടായ പീഡയോടും ചേർന്ന് ചിതറിപ്പോയി. അവര് ചിതറിപ്പോയ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം അറിയിച്ചു. ശമരുടെ മധ്യത്തിലേക്ക് അവര് പോയി. അവര് അന്ത്യോക്യയില് ചെന്ന് ചേർന്നു. അതിനുശേഷം പിന്നെ നമുക്കറിയാം, അന്ത്യോക്യയിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും അവര് മിഷണറിമാരായിട്ട് അവര് അന്നത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് നമുക്കറിയാം. അപ്പൊ അത് ദൈവത്തെ സംബന്ധിച്ച് ഉള്ള ദൈവത്തിന്റെ പരിപാടിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ ആ നിലയിലാണ് ദൈവത്തിന്റെ സഭയെ നിയന്ത്രിച്ചത് എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്ന ഒരു ദൈവിക കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവഹിതപ്രകാരം കാര്യങ്ങളെ വീക്ഷിക്കുവാൻ, ദൈവഹിതപ്രകാരം കാര്യങ്ങളെ കാണുവാനുള്ള മനസ്സ് ഉണ്ടാകണം. അവിടെ ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ ക്രമീകരണം അനുസരിച്ച് ദൈവത്തോട് പ്രതികരിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ, ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ സന്ദേശം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം അതിനായി നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സുരക്ഷിത സ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിന്ന് നമുക്ക് ഒരു ചെറിയ നിലയിലുള്ള ആ ഒരു പരിപാടിയൊക്കെ ചെയ്ത്, ആ നിലയിലല്ല ദൈവത്തിന്റെ സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അത് ദൈവത്തിന്റെ പരിപാടി അനുസരിച്ച്, ദൈവം ആഗ്രഹിക്കുന്ന നിലയില്, ദൈവ ക്രമീകരണം അനുസരിച്ച് ദൈവത്തോട് പ്രതികരിക്കുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ
എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.